ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ MLA കോൺഗ്രസ്സുകാർ കൊന്നു തള്ളിയ മണ്ണിൽ ഈ നാട്ടിലെ മനുഷ്യന് കൂലി കിട്ടാൻ വേണ്ടി ഈ നാട്ടിലെ മനുഷ്യർ നടത്തിയ ചരിത്രപരമായ പോരാട്ടത്തെ തോക്കുകൊണ്ട് അക്കാലഘട്ടത്തിലെ സമ്പന്ന വർഗത്തിന് വേണ്ടി വെടിയുതിർത്ത് കൊലപ്പെടുത്തിയൊരു മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ കേരളത്തിനകത്തെ ഇന്ത്യക്കകത്തെ ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്നൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമ്പോഴും നിക്ഷേപ സൗഹൃദമായ സംസ്ഥാനം എന്ന പദവി നേടിയ ഒരു കേരളത്തിൻ്റെ വികസന നേട്ടം വെച്ചിട്ടാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത സന്ദീപ് വാര്യർ രണ്ടനുഭവം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പിണറായി സർക്കാരിൻ്റെ 9 കൊല്ലക്കാലത്ത് 8 കൊല്ലക്കാലം അദ്ദേഹം BJPയിലും അവസാനത്തെ ഒരു കൊല്ലക്കാലമോ 3/4 കൊല്ലക്കാലമോ കോൺഗ്രസ്സിലുമാണല്ലോ. അപ്പോൾ കോൺഗ്രസോ BJPയോ ഇന്ത്യയിൽ ഭരിക്കുന്ന ഏത് സംസ്ഥാനത്തെക്കാളും ഉയർന്ന കൂലി കേരളത്തിലുണ്ട്. അപ്പോൾ മലപ്പുറത്തെ ഈ ജില്ലയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് MLAമാരുണ്ടായത് മുഴുവൻ സ്വതന്ത്രന്മാരായിരുന്നില്ല. അങ്ങനെ വെടിയേറ്റ് മരിച്ച കുഞ്ഞാലിയുടെ പാരമ്പര്യമുള്ള മണ്ണിൽ സഖാവ് സ്വരാജ് മത്സരിക്കുന്നു. EKMG ബാവ ഈ ജില്ലയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും MLAയും മന്ത്രിയുമായിരുന്നു. പിന്നെ നിരവധി പേരെ പരിചയപ്പെടുത്താറുണ്ട്, ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ എക്കോ ശരിയാക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് ഉടൻ ശരിയാക്കണം പ്ലീസ്. അദ്ദേഹത്തിൻ്റെ എക്കോ ഒന്ന് പ്രശ്നം ശരിയാക്കണം. അനിൽകുമാറിൻ്റെ എക്കോ ശരിയാക്കണം. അങ്ങ് തുടരൂ പ്ലീസ്. അപ്പോൾ സഖാവ് സ്വരാജ്, എനിക്ക് പറയാൻ ഫ്ലോ കിട്ടില്ല, കാരണം എക്കോ ചെവിയിലേക്ക് തിരിച്ചു വരിക. തൽക്കാലം അങ്ങ് ഹെഡ്സെറ്റ് ഒന്ന് ചെവിയിൽ നിന്ന് എടുത്തിട്ട് സംസാരിക്കുക, ഉടൻ ശരിയാകുന്നതായിരിക്കും. നിലപാടുകളുടെ രാജകുമാരനാണ്. സഖാവ് സ്വരാജ് നിലപാടുകളുടെ രാജകുമാരനാണ്. അതുകൊണ്ട് നിലപാടുകളുടെ രാജകുമാരനായ സഖാവ് സ്വരാജിനെ നിലമ്പൂരിൻ്റെ രാജകുമാരനാക്കാൻ കഴിയുന്ന ഒരു ജനവിധിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഇന്ന് ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരത്തുടുപ്പ് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ അനുഭവം അതാണ്. ഇവിടെ ചില ആളുകൾ പറഞ്ഞു ഇത് നേരത്തെ നടത്താൻ വയ്യായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് അതിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് സോണിയാഗാന്ധിയുടെ അടുക്കളയിലോ RSSൻ്റെ ചായക്കടയിലോ RSS നടത്തുന്ന ഏതെങ്കിലും പീഡികപ്പെട്ട തിണ്ണയിലോ വെച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാവില്ല. സന്ദീപ് വാര്യർക്ക് ഈ രണ്ടനുഭവം ഉണ്ടല്ലോ. RSSകാർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സന്ദീപ് വാര്യരുടെ കാലത്ത് BJPയിൽ ഉണ്ടാവുക. സോണിയാഗാന്ധിയും മകനോട് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ്സിലുണ്ടാവുക. ഞങ്ങളുടെ രീതി അതല്ല. അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അംഗത്തെ തീരുമാനിക്കാൻ സമയമെടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സമയമെടുത്തതല്ല, ഉചിതമായ സമയത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ നിലപാടുകളുടെ രാജകുമാരൻ, ഞാൻ പറയുന്നത് ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്?